അവൻ വലിയ പ്രശ്നങ്ങളെ, വലിയ പ്രതിസന്ധികളെ ഫേസ് ചെയ്ത് ഭക്തനായ മനുഷ്യനായിരുന്നു ഏലിയാവ്. പക്ഷെ ഒരു സമയത്ത്, ഒരു പീരീഡിൽ, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ ചില ആ ദിവസത്തിൽ ഏലിയാവിന്റെ കർണപടത്തിൽ എത്തി ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞതുപോലെ ഏലിയാവ് അടുത്ത ഒരു പ്രമാദമുണ്ടെങ്കിൽ നിന്റെ കഴുത്തിന്റെ മീതെ തല കാണത്തില്ല എന്ന് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് നിന്ന് ഇസബേലിന്റെ വെല്ലുവിളി പുറത്തു വന്നപ്പോൾ ഭക്തൻ ഓടുകയാണ്. എവിടെ? ബേർശേബ മരുഭൂമിയിലേക്ക് ഓടുകയാണ്. ഓടിയ ഏലിയാവിനെ തേടി ചൂരച്ചെടിയുടെ കീഴിൽ ദൈവം ഇറങ്ങി വന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെ മരുഭൂമിയിൽ കിടന്ന ഏലിയാവിനെ തേടി ദൈവം ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് പകൽ ഏതൊക്കെയോ വ്യക്തികൾ മരുഭൂമിക്ക് സമാനമായ ജീവിത പശ്ചാത്തലത്തിലൂടെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ കർത്താവേ, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ചില വെല്ലുവിളികളുടെ നടുവിൽ, ചില പ്രതിസന്ധികളുടെ നടുവിൽ, ചില വേദനകളുടെ നടുവിൽ, ചില ഒറ്റപ്പെട്ടു പോയ വിഷയത്തിന്റെ നടുവിൽ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നീ ചോദിക്കുന്ന ചോദ്യത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങേണ്ടവൻ ഇറങ്ങി വരും. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ആരോട് തൂതി കൈമാറുകയാണ്? നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങേണ്ടവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആരും കാണാതെ നീ ഒതുങ്ങിപ്പോയി അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവം ആരംഭിക്കുന്ന ദൈവമാണ്.